ബാക്കി എവിടെ പ്രശ്നമുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ദുബായിൽ നിന്ന് വന്ന ആഷിഖുണ്ട്, ഫിദിനുണ്ട്, ഈസുണ്ട്. എൻ്റെ പേരെന്താ മുത്തേ? എന്നെ ആദ്യമായിട്ട് വേണം. അബു ഉണ്ട്. അപ്പൊ ഇത് എന്താ പയ്യിൽ ഇത്ര കോമഡി ഉള്ളത്? അപ്പൊ എങ്ങനെ നനഞ്ഞത് എന്നുള്ളത് അടുത്ത വിഷ്വല് കാണാം നമുക്ക്. എന്താ കോട്ടയെ പറ്റി? ഇങ്ങോട്ട് വാ, തെറ്റിപ്പോലെ എന്തൊക്കെയാ ഇതെന്താ പറ്റിയേ? ഇത് ഞാൻ പറയുന്നില്ല. എക്സ്പൾസും കുളിപ്പിച്ചായിരുന്നോ? വേണ്ട, പോത്തിനെടുത്തോട്ട് കാച്ചു കൊടുത്തു. ഇന്നല്ല പോത്തിനെ പറഞ്ഞേ. ദുബായിൽ എനിക്ക് ഇതിന് പണി ഇതൊന്നും ഒഴിവാക്കിയ ആകെ നനപ്പിച്ച് ചേച്ചാലേക്ക്. എടാ ഇതിന് എവിടെ വാ, ഒറ്റ സെക്കൻഡ് ഇവിടെ വാ. ഇതൊക്കെ പിടിച്ചാ ഇത് വീഡിയോ നോക്കിയാ എന്ത് ആ വീഡിയോ വീഡിയോ ഫോണൊക്കെ ഉണ്ട്, ഫോണുണ്ട്, ഫോണ് പേഴ്സൊക്കെ ഉണ്ട്. വേണ്ടത് ഞാൻ കേൾക്കോളൂ. ഇവിടെ ഉണ്ടല്ലോ ആ കുഴപ്പമില്ലല്ലോ. എന്ത് നോക്കുമ്പോ അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പോയിക്കാൻ തള്ളിട്ടോ. വാട്ടർ പ്രൂഫാണ്. ഞാൻ ബൈക്കിൽ വന്നപ്പോ ബൈക്കിന്റെ ബാക്കിൽ നിന്നതാണ്. അതാണ് സംഭവം ഉണ്ടായത്. അവിടെ ഞാൻ കുളിപ്പിച്ചേരടാ. പുതിയ പാന്റാ? അല്ലേ പഴയതാണ്, കുഴപ്പമില്ല, കൊണ്ടുപോകാൻ. അപ്പൊ നിങ്ങളെല്ലാരും ആഷിക്കുന്ന നനഞ്ഞതിന്റെ വിഷ്വൽസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് പോവാണ്. ഇത് ഈസന്റെ ആലാണ്. ഇത് നിന്ന് കറങ്ങണ്. ഈസൊക്കെ ഇവിടെ 2-3 കാളക്കുട്ടികളുണ്ട് കേട്ടോ. കാളക്കുട്ടികളല്ല, കള്ളാള്. വലിയൊരു സാധനം. മൊത്തേ ഞാൻ നോട്ട ശരിയല്ലല്ലോ. ഇവിടെയും ആ ബാക്കെത്തിയും പിന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പൊ എന്തായാലും നമുക്ക് മീൻ പിടിക്കാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് കാണാം. അതെങ്ങാനും പോയ ആശിക എന്നെ തന്നെ വിട്ടാണ് വാങ്ങിപ്പിച്ചു. ഞാൻ പിടിച്ചോ മറ്റേ എന്താടാ ഒന്നുമില്ലേ വർക്ക്. അതെ, ഞാനെങ്ങനെ നനഞ്ഞെന്നാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ഇതെന്താ കയ്യുമൊക്കെ മുറിയണ്ടേ? ആ മുറിയല്ലേ? ഏതാ ടീഷർട്ട്? കോട്ടായിയെ? ഇത് നമ്മളെ ആഷിക്ക് കോട്ടായിന്ന് സ്നേഹത്തോടെ എല്ലാവർക്കും വിളിക്കും. എന്റെ കൂടെ പണ്ട് അസിസ്റ്റന്റ് ഒക്കെ ആയി വന്നേന്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയി വലിയ ആളായി കണ്ട് ഇപ്പൊ വലിയ സംഭവമാണെന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, സംഭവം. കോട്ടായി ഇതൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോ. ഈ പട്ടിനെ പിടിച്ചിട്ട് ഇങ്ങനെ
ഇവിടുന്ന് ആ വഴി കൂടെ ഇങ്ങനെ നടന്നു നോക്കും. നല്ല രസമുള്ളൊരു വീഡിയോ കിട്ടും. ഇങ്ങനെ നടന്നു നോക്ക്. അല്ല കാര്യമായിട്ട് നോക്ക്. ഇതിൽ കൂടെ ആ ഈസ വരുന്ന നോക്ക്. ഈസ വരുന്ന നോക്ക്. ഈസ വരുന്ന വിഷയം നോക്ക്. നല്ല രസമല്ലേ? മറ്റൊരു കർഷക ഇങ്ങനെ നടന്നു നോക്ക്. ആ പട്ടിനെ പിടിച്ച് ഇങ്ങനെ നടന്ന ഒരു മ്യൂസിക് കൂടി ഇട്ടാണല്ലോ, കിട്ടില്ലെന്നാവും. ഓഫ് മുത്തേ, ഏതൊരു വലിയ ചെങ്ങായി ചൊക്കളി പട്ടിനെ കൊണ്ടുപോകണം. എത്ര ചൂണ്ടുണ്ട്? ഇത് മുണ്ടാതെ പോണേ. അല്ല എനിക്ക് 100 തൊള്ളയാണല്ലോ. പോയിക്കുണ്ടാവും ചൂണ്ടണം പോണേ. എടാ പൊയിലൊക്കെ നല്ല വെള്ളമല്ലോ. എന്നോട് പട്ടിനെ പോയിക്കൂടല്ലേ വീഡിയോ? ആര് വീണാല്? ഇത് നടക്കണേന്റെ അടിയിൽ ഉഗ്ഗാണി എന്താ ചെയ്യാ? ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണേ. ഇത് ഇവിടെ നിന്നിട്ടല്ലേ ഇടണേ? ആ അങ്ങോട്ട് ഇറങ്ങണൊന്നുമില്ലല്ലോ. എങ്ങോട്ട്? ഇത് ഇവിടെ ആയല്ലേ ഈസേ? ആരടാ ചൂണ്ടിടാൻ പറ്റിയ ഫസ്റ്റത്തെ ലൊക്കേഷൻ എത്തിയാണ് കോട്ടയെ. ചൂണ്ടിടാൻ എങ്ങനത്തെ സ്ഥലം നമ്മള് പ്രിഫർ ചെയ്യാ? ചൂണ്ടിടുമ്പോ ഞാൻ ജിംഷാദാറുണ്ട്, അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചേ. കൊറേ കഥകളുണ്ട്. എന്നാ ഒരു കഥ, ഞാൻ ഈ വ്ളോഗിൽ എല്ലാ കഥകളും ഒരു കഥ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തൊള്ള വിടരുത്. മര്യാദ ഞാൻ ചോദിച്ചു ഉത്തരം പറഞ്ഞു. അറിയില്ലേ, ഞാൻ ആദ്യമായിട്ട് വരില്ലേ, അപ്പൊ ഈ സൈഡിന്നൊക്കെ പറ്റിയാണ് ഒന്നും അറിയില്ല. എന്നാ ഫിദിൻ പറയും. ഫിദിനെ അവിടെ എല്ലാരും ഇവിടെ തന്നെ ഇട്ടണേ. രണ്ട് ചൂണ്ടലും മത്സരം വെക്കാൻ പറ്റില്ലല്ലോ. കോമഡി. ഞാൻ മറ്റേ പറയട്ടെ കോട്ടയെ, അതൊന്നും റിലീവ് ആക്കേ. റിലീവോ ഒന്നുമില്ല. ഇത് നോട്ടെ. ഇത് എടുത്താ കൈ എടുത്താ ഞാൻ നോക്കാം. ഇത് പിടിച്ചാ ഇത് കാണിച്ചടിക്കോ എന്താണ് ചൂണ്ടിടാൻ വേണ്ടിട്ട്. അല്ല എടുത്ത് കാണിച്ചോ പോലെ. ഇത് കോഴി പാർട്സ് കേട്ടോ. ഇത് കോഴി പാർട്സ് പറഞ്ഞാല് കോഴിന്റെ കുടല്. നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. കോട്ടായി എന്താ പറയല്ലേ? ഒന്നും പറയല്ലേ. പാവട കോട്ടായി പാവാണ്. എന്റെ ചെക്കനാണ്. ഞാൻ നിർത്തിപ്പോയതാണ്. നിർത്തിപ്പോയതാണ്. ഞാൻ കട്ടയില്ലട്ടോ. ഞാൻ എടുത്തിട്ടോ. ഇത് കൊല്ലം കൊറേലോ പോലെ ഞാൻ ഭീഷണി പെടുത്താൻ തുടങ്ങിട്ട് അതും പറഞ്ഞിട്ട് ഇവിടെ നിന്നെ മുന്നേ ഇട്ടീനീസേ. ഓ ചൂണ്ടല്ലാൻ വേണ്ടിയില്ലേ മുളകടി കോട്ട. അതിന്റെ ബുദ്ധിണ്ടല്ലോ. നോക്കട്ടെ അതെന്താ കാട്ടുന്നുണ്ട്. എന്ത് പറഞ്ഞു കൊടുക്കടാ. എനിക്കറിയില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പഠിക്കാൻ വന്നു. അതല്ലോട്ടെ, നല്ല വെള്ളം ഇതും കേറുന്ന സമയമാണ്. ആരും പോയിങ്ങാണ്ട് ഇതും കണ്ടുകാണ്ട് നമ്മളിവിടെ സേഫ് ആയതുകൊണ്ട് അങ്ങോട്ട് വന്നു കേട്ടോ. വണ്ടി പോയിങ്ങാണ്ട് ചൂണ്ടല് ഇട്ടുകാണ്ട് പണി വരുത്താൻ നിൽക്കരുത്. അതല്ലേ നമുക്ക് പറയാനുള്ളത്.
കുട്ടികളാരെങ്കിലും കാണണെങ്കിലേ ഈ പൊട്ടാത്ത ഇതൊക്കെ കാട്ടും അതൊന്നും കണ്ടിട്ട് വെറുതെ ഈ പൊട്ടന്റെ ഈ പൊട്ടന് വന്നില്ലേ അതാണ് അവിടെ ഇവിടെ പോയിട്ട് ഈ വെള്ളത്തിലൊന്നും പോയി ഇറങ്ങാൻ പൊട്ടന് നിൽക്കണ്ടോ. ഇവിടെ അത്രയും സേഫ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മള് ഇവിടേക്ക് ബ്ലോഗ് വന്നിട്ടുള്ളത്. പേരിലായിട്ട് വരും. എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇവിടെ എന്താ കാട്ടാ മറ്റേ പറയട്ടെ. അപ്പൊ എന്നാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ശരിയാ, മീൻ പിടിച്ചുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഒന്നും ശ്രദ്ധിക്കണ്ട, ഇങ്ങനെ വെറുതെ ഇട്ടെടുത്താൽ അവിടെ എത്തില്ല. ക്ഷമ വേണ്ടേ? ഈസക്ക് ഒന്നും പറയാല്ല. ഈസ ഇങ്ങനെ തലയും താത്തി ഇങ്ങനെ നിക്കും വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാല്. കിട്ടണട്ടോ അല്ലേ മോശാണേ. വീഡിയോയില് കാണിച്ചു കൊടുക്ക ഒരു മീനെങ്കിലും. എനിക്ക് പോയിന്ന് മത്തിനെ കേട്ടല് ഇവിടുന്ന് കിട്ടുന്ന മീനാക്കണം. അങ്ങാടി കിട്ടും. ഞാൻ വെള്ളത്തിലിട്ടോ ആദ്യം പോയി ഇവിടെ രണ്ടാൾക്കാര് ചൂണ്ടലിടുണ്ട്. ഇവനെ ഒന്നും അറിയില്ലട്ടോ, ഇവന് ഇടാനും കൂടി അറിയില്ല. നിലത്തേക്ക് എത്തണം ചങ്ങാതെ. ഇത് പോണ്ടേ 2.5 കിൻഡൽ വെച്ച് കിട്ടി. വലിച്ചോക്ക് തുമ്പത്ത് കുടുങ്ങി കിടക്കുന്നത്. എന്നിട്ട് എടുത്തു നോക്കണ്ടല്ലേ ഉണ്ടോ അല്ലേ നോക്കാന്. എടാ അവിടെ ഇട്ട് വെക്ക് ചെങ്ങായി. നേരത്തെ കണ്ടാണ്ടല്ലോ 10-15 മീനെ പിടിച്ച് നിക്കണ മാതിരിയാണ്. ഇതിനേ ഇടോക്ക് ഒരു കാര്യം പറയട്ടെ. ഇതിനെന്താ പറഞ്ഞേ, ഇതിനൊരു ഐഡിയ വേണം. പെട്ടെന്ന് എടുക്കരുത് പറഞ്ഞ. ഇതിപ്പോ എത്ര വട്ടം എടുത്തിട്ടിട്ട് മഴ വരുന്നുണ്ട്. വിഷയമാരല്ലേ. ഇതിനെ കോട്ടിട്ടോ വേഗം മഴ ഇത് മഴ കേട്ടോ. ഇസ ലൊക്കേഷൻ മാറ്റേണ്ടി വരുമോ? സ്ഥലമുണ്ടോ? അപ്പൊ നമ്മള് ലൊക്കേഷൻ ചേഞ്ച് ആകും. ഇവിടുന്ന് നോക്കിയിട്ട് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. ലൊക്കേഷൻ ചേഞ്ച് ആക്കിട്ടോ. ഇവിടെ മഴ ആയതുകൊണ്ട്. എന്താണോ മഴയും ഒഴുക്കൊക്കെ ആയതുകൊണ്ട്. അതാ പിന്നെ ഉള്ളത്. ഇപ്പൊ പിന്നെ വന്നോ എന്ത് കൊണ്ടായി. അബു എത്തിയില്ലല്ലോ ഇതുവരെ. മീൻ പിടിക്കാന്നല്ല, ആസ്വദിക്കുക. മീനുകൾക്ക് ഫുഡ് കൊടുക്കുക. ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് നാളെ പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ചിത്രം കണ്ട പ്രൊഫഷണലാണ്. അല്ലാ അതതിൻ്റെ ഉള്ളിൽ പോയോ? അതാ അങ്ങോട്ട് പോണ്. പെരും മഴ കേട്ടോ. മീൻ പിടിക്കാനുമില്ല, മഴയും കൊണ്ട് ഇങ്ങനെ നിൽക്കണം ഒരാളിവിടെ. ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തിരിക്കണവർ ഇങ്ങനെ നിൽക്കാം. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് പാളിപ്പോയി. ഞാനും കുറച്ചു നേരം ഇട്ട്, ഇവരും ഇട്ട്, എല്ലാരും ഇട്ട്. ഇവിടുന്ന് കിട്ടുന്നില്ല. അപ്പൊ ലൊക്കേഷൻ മാറ്റി വെക്കാം. നമുക്ക് ചൂണ്ടടാ അറിയത്തൊന്നല്ല കേട്ടോ, ലൊക്കേഷൻ മാറ്റണം. അപ്പൊ ലൊക്കേഷൻ വേറെ നോക്കി നമ്മളിപ്പോ ഇതങ്ങനെ പോവാണ്, തിരിച്ചു പോവാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഈ സ്ഥലം എന്തേ അത് നന്നാടാ. നോക്കി നടക്കുവോട്ടായേ. ഹലോ
ഇത് വീടൊക്കെ കണ്ടു. ഇവിടെ ഇടുക എടാ ഇതിനെ കൂട്ടിക്കുന്നു ഈ പോകല്ലേ വരുമ്പോ പൂന്റെ കൂട്ട് കൊടുത്തു. അപ്പൊ നമ്മളിഞ്ഞി ഇവിടെ ഇടാൻ പോണെ. കൂടെ വെള്ളത്തിക്ക് ഇറങ്ങി ചൂണ്ടലിടേ. ഇവിടെ വെള്ളമില്ല അവിടെയാണ് കുണ്ട്. പൊളിക്കും. ഇത് ഫോണ് നാശമാകോ അല്ലേ? കമ്പനി പറയുന്നത് വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ എന്നാ അറിയാം. എടാ ഇവിടെ ഇവിടെ സീനാണ്. ഇവിടെ കുറച്ച് വെള്ളം കൂടുതലാടാ. എനിക്ക് നീന്താനും അറിയില്ലല്ലോ ആശിക. ഇത് പണ്ട് മുങ്ങിയതല്ലേ? ഇത് നമ്മള് വേറെ ലൊക്കേഷൻ പോവാടാ. നമ്മള് നടന്ന് 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 കുറച്ചും കൂടെ പോകുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു അപ്പുറത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട്. അവിടെ എത്തി. എടാ വെള്ളം പിന്നെയും കൂടിയോ കോട്ടയ്യെ? വെള്ളം കൂടിയോ പിന്നെയും? ഇപ്പൊ നമ്മള് പുതിയ ലൊക്കേഷനിൽ എത്തിയിട്ട് മീൻപിടുത്തം പുരോഗമിക്കാണ്. കോട്ടയ എത്ര മീനെ കിട്ടി കോട്ടയ? ഒന്നും കിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഈ സൈക്കിൽ മീൻ പിടിക്കാൻ പറ്റൂലേ നിങ്ങള് അറിയുന്നുണ്ടെന്ന് കമന്റ് ചെയ്യും അല്ലേ? ഒരിക്കലും മീൻ പിടിച്ചാൻ പറ്റുമെന്നുള്ളതേ ഇവലെ അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. അറിയാം അല്ലാത്ത എന്താ പറയാ? എന്താണ് ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു രസാണ്. ഇങ്ങനെ വന്ന് അന്തം വിട്ട് കൊതുകിന്റെ കടി കൊണ്ട് ഇവിടെ ഒന്ന് വഴിക്ക് വീണ് അതുകൊണ്ടാണ് എന്നോടെന്താ പറഞ്ഞെന്താ ഇത് ഭീഷണിപ്പെടുത്തും. കൗത്തില് പുഴു. എടാ പുഴു തട്ടി പോയി. തലയും തെറിപ്പിച്ച് മഴയും കൊണ്ട് ഇങ്ങനെ നിക്ക. കോട്ടും കൂടി ഇട്ടില്ല കേട്ടോ പാവം ചെക്കം. അപ്പൊ രണ്ടാമത്തെ അറ്റംപ്റ്റും പാളിക്കൊണ്ട് കോട്ടായി ഇതാ കവറും പിടിച്ച് നടന്നു വരുന്നുണ്ട്. ഈസപ്പം അങ്ങോട്ട് പോയിട്ടോ. ഇനിയിപ്പം അടുത്ത ലൊക്കേഷന് പോവാണ് പറഞ്ഞിട്ടാണ്. പിടിച്ച മീൻ അങ്ങോട്ട് കൊണ്ടുപോവാം. നടക്ക്. എന്താ പറയാ, ഇത് നേരത്തെ പറഞ്ഞ പോലെ നല്ല രസാണ് കോട്ടയെ ഇങ്ങനെ നടക്കാന്. ഇല്ലടാ കോട്ട് ഊരുമ്പോ വലിയ രസല്ല. ചില സമയത്ത് നല്ലോ മീൻ കിട്ടും, ചിലപ്പോ ഒന്നും കിട്ടൂല. അപ്പൊ ഒന്നും കിട്ടാത്ത ദിവസമാണ് ഇന്ന് തോന്നുന്നുണ്ട്. മീൻ കിട്ടുന്ന ദിവസമാണ് ഈ വ്ളോഗ് ഇതൊന്നും എടുക്കൂല. കിട്ടാത്ത ദിവസം അങ്ങനെ എടുക്കും. എന്താടാ കൂടെ കയറണ്ടേ? എന്താടാ ഒറ്റ ഓട്ടന ഓടിയാ മതി കോട്ടയെ. ഞാൻ അടിയിൽ കാനെ പിടിച്ചാ ഇല്ല. കുറച്ച് അഡ്വഞ്ചറൊക്കെ വേണ്ടാ. ഓ ആടാ അതില് കേറൂല. ഈസേ അടിക്ക് നോക്കി, ആകെ ചളിയാണ്. വീഡിയോ ഓപ്പാക്കി വീഡിയോ ഒക്കെ അടിക്കാറുമില്ല. പോടാണ് ഇറങ്ങി. അടാ ഇതില് നല്ല വഴിയില്ല, ഇതിലെ കേറിയ പോരെ. നല്ല വഴിയൊന്നുമല്ല, ഇതില് വെള്ളം വരുന്ന സ്ഥലമാണ്. എടാ അതിലും കേറാൻ പറ്റൂലല്ലോ. ഇതീ കൂടെ കാളാക്ക് കേറി പോയി. ഇതിലെ കാള വരെ കേറി പോണ്ടത്. കാളാല മതി നമ്മള്. ഇജ് കേറ് ഫസ്റ്റ്. കേറ് ഞാൻ കേറുവേ. വേണ്ട ഇവിടുന്ന് അടിയത്തെ ഷോട്ടാ നല്ലേ. ഇജ് ഒറ്റ ഓട്ടം ഓടിയാ മതി. ഇതിലൊക്കെ കയറാൻ വെക്കും ചെല്. ഒരു കണ്ടന്റ് കൂടിയല്ലേ, ഇജ് കേറി ഒരു റീല് കൂടിയായില്ലേ. ഇത് കേറി കളിച്ചാതെ ഈസ കേറണ്ടല്ലോ.
അതിലെ കേറും, നീ അടുത്ത സുഖായി പോവും. അടുത്ത നിമിഷം അതിന് നല്ല ബാക്കി ഫുള്ളാക്കണാണ്. എടാ കള്ളജയിലെ കേറില്ലേ? എടാ ഞാൻ ഇപ്പൊ രണ്ടും കെട്ട അവസ്ഥയല്ലോ. ഞാനെങ്ങനെ പോവാ അങ്ങോട്ട്? നമ്മുടെ നീ അന്നെ കത്തി. ഔ കോട്ടായി ഇത് ഫുള്ള് ഇളക്കിട്ട് പോയിക്കണല്ലേ. ഇജട് കേറി എന്നാലും തൈസമ്മ ചോട്ടി കയറട്ടെ. എടാ ഇതിലെ കേറാൻ വയ്ക്കും കോട്ടായി, അവന് കേറി നോക്ക്. ഞാൻ കേറി കാണിച്ചു തരാം. അത് പിടി, ഫോൺ പിടി. ഞാനിപ്പോ ഒന്നിട്ടിട്ട് കാണിച്ചു തരാം. ശരിക്കും പിടി ഇതിലേ ചിലപ്പോ പറ്റുള്ളൂ. അതന്നെ അതെങ്ങനെ നിന്നത്. ഇത് ചളിയർപ്പിച്ചല്ലേ ജീവൻ കൊണ്ടിയാ ഫോണ് ഞാൻ പിടിച്ചരാ. വാ പോണ്ടോ പിടിച്ചരാ. ഇത് കൈ പിടിച്ചോ, ഞാൻ ശരിക്കും പിടിക്കും. ഇത് പിടി, ഇത് പിടിച്ചോ. കേറിയില്ലേ അടച്ചുണ്ടോ എന്താ അഭിനയം കഴിച്ചത്. ഞാൻ ഇതെന്നാലും നനഞ്ഞില്ലേ? ചളിയൊക്കെ തുറച്ചില്ലേ? പക്ഷല്ലോ എനിക്ക് ഫോണൊക്കെ പോക്കറ്റിലില്ലോ നിക്കോ? എടുത്തിട്ടില്ല. അപ്പൊ എന്നെ കുട്ടി വിളിക്കുമ്പോ എന്ത് ചെയ്യാ? ആ വരുന്നു മറ്റോല്. ആ ഇതിലെ വാ, ഇതിലെ വാ. വെയ്ക്കും വെയ്ക്കും, ഇതില് വെയ്ക്കും. നേരെ കയറി പോയി. നല്ല കണ്ടന്റിനായി ഈ റൂം സെലക്ട് ചെയ്യുക. ഒന്ന് അതരാ ഇതിൽ എന്നെ കൊണ്ടല്ലാതെ വേറെ ആർക്കും സാധിക്കും. ഓതായി അബു പോണോക്ക് അപ്പൊ സിമ്പിളായി കയറിയാണ്. ചെരുപ്പൊക്കെ കൂടി വരുന്നുണ്ട്. സ്ഥിതി പെടുത്തിട്ടോ. അതാകെ 15 കിലോ ഉള്ളു. കണ്ണു കാണില്ല. ചെരുപ്പിട്ട് വരണോ? ചെരുപ്പിട്ട് ഞാൻ അതുകൂടി എടുത്തു പോലെ ഏത് മീൻ കിട്ടി. അതിനെ കത്തി ഓന്റെ കാലുമ്പോ കൊളത്തിക്കണ. നീ നടക്ക്. ആ ഇജിന്ന് ഇനി ഇതിലിറങ്ങണ്ടി. ഡീസേ നിങ്ങള് പോയിരിട്ടുന്നാ വണ്ടിണ്ട്. എടാ ഇവനെ ഇതിലൊക്കെ ആളാളെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. എന്നിട്ട് അതിക്കൂടെ നമ്മളെ കൊണ്ടുപോവാം. ഇതാവൂലേ അടുത്ത സ്ഥലം? അനക്കെന്തിന്റെ കേടാ കോട്ടയെ? നമുക്ക് ദുബായിന്ന് വന്നിട്ട്
അഡ്വഞ്ചർ ഒന്നും കിട്ടിയില്ല എന്നല്ല പറഞ്ഞേ. തള്ളരുത്, നിക്കത് കൊളത്തട്ടെ. കാൽമ കൊളത്തും. ഇതിന് വേഗം നടക്കുവോട്ടെ, ഞങ്ങക്ക് വന്നിട്ട് പോവാനേ. മുന്നിൽ പോയിക്കോ ഞാൻ പറഞ്ഞല്ലോ എന്നോട്. പറ്റല്ലേ നടക്ക്. അതിന് കുറച്ചുണ്ടെന്നാ മതി. ചൂണ്ട കെട്ടിയൊരു പാട്ടിയാണല്ലോ ചെയ്ത്. നടക്ക്. ഇത് കുട്ടിട്ടോ ആശിക അതൊക്കെ പൊട്ടിട്ടോ. അങ്ങനെയൊക്കെ പിടിച്ചാല് പൊടിച്ചൊരു സ്ഥലമാണുള്ളത്. നഞ്ഞത് പിടിച്ച ഈ കാലും പിടിച്ചാ മതി. ചൂണ്ട ബാക്കിൽ കൊടുക്ക്. ഇജ് വീണില്ലേ ജിംസ് എന്നെ ഉന്തിടും. ഇജ് വീണിട്ടില്ല എന്നെ ഉന്തിടും. ഇതെന്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതെന്റെ വീഡിയോയിൽ വന്നിട്ടില്ലേണ്ടല്ലോ, പ്രശ്നവേ. പരിക്കുകളുടെ എണ്ണങ്ങൾ നമ്മൾ നോക്കിട്ട് പോകുന്നുള്ളൂ. ഫോൺ പോക്കറ്റില് മറ്റേത് അതിന്റെ മുഖം നോക്കട്ടെ. കണ്ടില്ലേ ഒരു സുഹൃത്തുക്കളെ, ജിംഷാദൊരു വീഴ്ച കഴിഞ്ഞു. ജിംഷാദിന്റെ വീഴ്ച ഞാൻ കട്ട് ചെയ്യും ചിലപ്പോ. ഇല്ലല്ലോ, ഒരു കട്ടിങ് ഉണ്ടാവില്ല. അപ്പഴേ പറഞ്ഞതാ. ഞാൻ എല്ലാരെ കൊണ്ട് വീഡിയോ റിപ്പോർട്ട് എടുപ്പിക്കും. ഞാൻ എന്റെ മറ്റേ വീഡിയോ കാണും. ഒരു ഈ ചെരുപ്പ് പറ്റിച്ചാളെ. ചെരുപ്പിന്റെ ഒക്കെ കോലം. ഇതല്ലേ ബാക്ക് പാക്ക്. എടാ അവിടെ ഇരുന്നിട്ട് അയിമ പിടിച്ചാ മതി. താഴത്തൊരു ഇതുണ്ട്. അപ്പോ അപ്പൊ ഒരു വലിയ വീഴ്ച കഴിഞ്ഞ് നല്ല ഇത് ചെറുതാണ്. വലുത് എടുത്തിട്ടില്ല. അതിന്റെ ഭാഗ്യം. ഞാൻ കടക്കണ മാത്രേ ഉള്ളൂ അതില്. ഇതേ ഇത് മറ്റേ നരനത്തെ പോയിന്റെ പോലെ അല്ലേ? ഞാൻ കമ്പ്യൂട്ടറാ. നമ്മളല്ല നീ. ഞാനല്ലോ. അല്ലടാ, നമുക്ക് ഇതിലെ തന്നെ തിരിച്ചു കൊണ്ട് വേറെ വഴി ഏതുണ്ടോ? ഇതിലെ വേറെ പോവാന് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? ഇതിലെ തന്നെ പോകേണ്ടി വരുമോ? ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല. എന്റെ ഒരു കുഴപ്പമില്ല, കാണിച്ചു കൊടുക്കണേ. അപ്പൊ
ചൂണ്ട കോർക്കണ എങ്ങനെയാണ് കോട്ടായി പറഞ്ഞിട്ടോ. ഞാൻ മറ്റേ ഫുഡ് ബ്ലോഗ്സിലൊക്കെ ഇല്ലേ കണ്ടില്ലേ? അപ്പൊ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ കോർക്കണ കോർക്കുന്നത് കോർക്ക് ഞാൻ കോർക്കാം അതുകൂടി. ഇംഷാദ് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് എന്താണ്. ഇംഷാദ് ചിരിച്ചാ ചിരിക്കില്ല. ഇത് ഇങ്ങനെ ആക്കുമ്പോ ചിരിക്കാൻ പാടില്ല. കുറച്ചും കൂടി കുറഞ്ഞു കത്തിട്ടുണ്ട്. ഇല്ല വേദനാക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. കോയിന്റെ കുടലാണ്. ഇവര് കുറച്ച് അടുത്ത് സൗണ്ട് കേൾക്കൂല. കുടൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 ഇതിട്ടിട്ട് ബാക്കി അവിടെ പ്രശ്നമുണ്ട്, ഫോക്കസ് ആവില്ല. ഫോക്കസ് ആക്കില്ല. അത് നെക്കി ഇങ്ങനെ പിടിച്ചു നോക്ക്. അത് വെള്ളമായിട്ടാ ഇതിന്റെ അച്ഛ എവിടെടാ? അവിടെ എവിടെയോ ഉണ്ട് അത്. നീ ജിംഷ കാണിച്ചു തരും എങ്ങനെയാണ് ചൂണ്ടിടേണ്ടത്. ജിംഷ കാണിച്ചു കൊടുത്താ ഉണ്ടോ? ജിംഷ വീട് ഞാൻ എടുക്കുവേ ഉറപ്പാ. എത്തൂല. അത് പറയും ഗാലറി പറയാൻ നല്ല സുഖം അത്. ജിംഷ അതിൽ കിട്ടും എന്നാണ് പറയണത്. നിങ്ങളെ ലൊക്കേഷൻ ശരിയല്ലേ? കിട്ടിയാണ്ടല്ലോ കോട്ടായി. എന്റെ തൊള്ളിക്ക് ഇതിനകത്ത് ഇരിക്കും. ജിംഷ അതിരക്ക് ഇവിടെ ഒരാള് നീ ഞാനല്ല, ഓനൊരു ചൂണ്ടലിട്ടാ പോയി. കാര്യായിട്ട് ചൂണ്ടലിട്ടേ തൽക്കാലം കയറി ഓനൊക്കെ കയറി. അപ്പൊ നമ്മള് മീൻ പിടിക്കല് അവസാനിപ്പിക്കണം. ഒന്നും കിട്ടിയില്ല. കിട്ടി ആമനെ കിട്ടി. എന്താ കിട്ടിക്കണം. അപ്പൊ അതിനെ കിട്ടിക്കാരം തമ്മിലിനൊക്കെ ഉണ്ടാവട്ടെ. എന്നാൽ അവിടെ അതിനെ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോണ ആമന്റെ തമ്മിലിനെ കാരണം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാം. ദുബായ് സ്പെഷ്യൽ ആണോ? കത്തിരുത്തോ കത്തി എറിഞ്ഞ അതിന്റെ അപ്പൊ ആകണ അവിടെ. കൊടൂലില്ലേ കൊല തള്ളിയിട്ടിട്ട് വെട്ടണ്ടപ്പോ അത് വെട്ടിക്കോ. കോട്ടയ്യ എന്തിനാ ഓഫാക്കണേ? ഓഫാക്കിക്കണേ അവിടെയല്ല മേലെ വെട്ടുക. മേലെ വെട്ടുക. ആ ചെള്ള് എന്തിനാണ് ഇത്? മറ്റേ കാറ്റടിച്ച് പോകണേക്കാറല്ലേ? അവിടെ മേലെ ഇങ്ങനെ വെട്ടുക. അതിന്റെ അടി വെട്ടിഞ്ഞു. ഓ അത് പ്രശ്നമായി. അപ്പൊ ഏതായാലും ഇന്നത്തെ വ്ളോഗില് കോട്ടായാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ കോട്ടായിനെ ഇഷ്ടപ്പെട്ടവരൊക്കെ കോട്ടായി കോട്ടായിന്ന് കമന്റ് ചെയ്യാം. ഒരു ലൗച്ചിനും കൊടുക്കുക. നമുക്ക് എത്ര കമന്റ് വരുന്നുണ്ട് നോക്കാം. കോട്ടായി ഒരു സ്വീറ്റ് ഹാർട്ടിന് ഉടമ കേട്ടോ. പാവാണ്. ഇത്ര ഈ വലുപ്പം നടി തന്നെ ഉള്ളൂ. പച്ച പാവ. അധ്വാനിക്കുന്ന തൊഴിലാളിയാണ്. എനിക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായി? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പെരുന്നാക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഈസന്റെ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് എത്ര ഉണ്ടാവും ഈസ? 3 ഇറച്ചി ഉണ്ടാവും. 3 ഇറച്ചിയായിട്ടുണ്ടാവും. അതിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ. നോക്കി കിട്ടില്ല സാധനം കേട്ടോ. ഇത് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെക്കൻ തന്നെ തീറ്റിപ്പോയിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഉണ്ട് കേട്ടോ അവിടെ ഈ സൈഡിലുണ്ട്. ഇങ്ങോട്ട് വാ.
ഈ സൈഡിലും ഉണ്ട് കേട്ടോ. അതിനെ കണ്ടിട്ട് വലിയ പന്ത് കേട് തോന്നാത്തത് കൊണ്ട് അടുത്തേക്ക് പോകണില്ല. ഇവിടെ ഉണ്ട് 2 സാധനം. ഇത് തന്നെ ഉണ്ടോ സീന്? ഇങ്ങോട്ട് തിരിച്ചാ കിട്ടില്ല സാധനം. ഇതെന്താ പറയണേ? ഇച്ച് പേടിയൊന്നുമില്ല, അത്ര പേടിയൊന്നുമില്ല. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. ചെറിയൊരു പേടി ഉണ്ട്. അതുകൊണ്ട് പരിചയം ഇല്ലാത്തോണ്ടും അതാ കേട്ടോ. അടുത്ത ആള് വന്ന് അവിടെ അത് 2 കുത്തൂടൂലേ? അല്ല ഇജ്ജ് ഇങ്ങോട്ടുന്നോ. ഓ സീൻ. അപ്പൊ ഇതിനെ 2 കേട്ടോ ഉള്ളത്. അടാ ഇതിന്റെ പ്രൈസ് എത്ര അറിയണേ? ഈ വലുതിന് 90 ചോദിക്കുന്നുണ്ട്. എത്ര? 90 ചോദിക്കുന്നുണ്ട്. ചോദ്യാണ്, പിന്നെ കസ്റ്റമർ വരുന്നതനുസരിച്ച്. ഓക്കെ. അപ്പൊ ഇതിന് 90 ആട്ടോ ചോദിക്കണേ. ഇനി ഇതിന് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മള് പറഞ്ഞിട്ട് കുറച്ച് കുറക്കണാണ്. ഇതിനോ? ഇതെന്താ ഇങ്ങനെ നോക്കണേ? 170 180 ഇറച്ചി ഉണ്ടാവും. 180? ആ 170 180 ഇറച്ചി ഉണ്ടാവും. ഇത് അത് 3 ഇറച്ചി ഉണ്ടാവും. ഇത് 1.5 1.25 മുകൾക്ക് അങ്ങനെ വരാൻ പറ്റുള്ളൂ. എന്താ ഇതിനോ? ഇത് ഞാൻ ചോദിക്കണത് 70 ചോദിക്കുന്നുണ്ട്. അത് ഞാൻ മട്ടം പോലെ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്കന്മാർ പരിപാടി തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നത്, അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതിന് സാധനത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ നമ്പർ ഞാൻ എന്തായാലും അടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ തന്നെ താഴത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല പ്രൈസിന് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ചന്തയിൽ പോയാൽ എന്തായാലും ഇതിന് ഒരു 1ൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും. ഈ 3 കിൻ്റലിൻ്റെ സാധനത്തിന് എന്തായാലും 1ൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് മട്ടൻ പോലെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗുള്ളത്. കട്ടാക്കിയോ? ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗുള്ളത്. ഇന്നത്തെ വ്ളോഗ് മീൻ പിടിച്ചാൽ പോയിക്കൊണ്ട് ലാസ്റ്റ് കാളക്കുട്ടിയിൽ അവസാനിപ്പിച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.